ഇത് ഞാൻ പേപ്പർ വേസ്റ്റ് ഇട്ട് കത്തിക്കാൻ പോകണമെന്നല്ല. എന്റെ കാറിനകത്ത് നമ്മുടെ നച്ചകനില്ലേ, തൊരപ്പൻ കയറിയിട്ട് ചെയ്ത പണിയത്. സാധാരണ തൊരപ്പൻ ഏസിയുടെ ഉള്ളിലായിരിക്കും, പക്ഷെ ഇവിടെ കുറച്ച് വ്യത്യസ്തമാക്കി. ബാക്കിൽ സ്റ്റെപ്പിന്റെ ഉള്ളിലാ ആള് പ്രസവിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി. തൊരപ്പൻ അകത്തോട്ട് കയറണമെങ്കിൽ നമ്മുടെ എയർ ഇൻടേക്ക്, ഫാനിന്റെ എയർ ഇൻടേക്കിന്റെ വഴിയിലൂടെയാണ് അകത്തോട്ട് എത്തത്തുള്ളൂ. ഞാൻ അതിനുവേണ്ടി ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തപ്പോൾ കാണുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. എന്റെ മിററിന്റെ കേസ് കടിച്ചു. ഭാഗ്യത്തിന് എന്റെ RC ബുക്ക് തൊട്ടിട്ടില്ല, ബാക്കി എല്ലാം ഒരുവിധം പഞ്ചറാക്കി തന്നിട്ടുണ്ട്. പറക്കുംതളിക സിനിമയിലെ അരിശേഷന്റെ ഡയലോഗ് ഉണ്ട്, എന്റെ പാസ്പോർട്ട് നിന്ന എലി. അതേപോലെ എന്റെ അവസ്ഥയായിരുന്നു. ഭാഗ്യത്തിന് ഒരു വയർ കിറ്റ് പോലും ആശാൻ തൊട്ടിട്ടില്ല. അതുപോലെ തന്നെ AC ഫിൽറ്റർ ഒന്നും കട്ട് ചെയ്തിട്ടില്ല. അല്ലാതെയാണ് അതിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത്. അപ്പൊ ഇനി ആ പ്രശ്നത്തെ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത മാർഗം. അപ്പൊ അതിനുവേണ്ടി ആദ്യം നമ്മൾ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതിന് ഡാഷ്ബോർഡ് ഇതുപോലെ സൈഡിലൊന്ന് അമർത്തി കഴിഞ്ഞാൽ അത് ഊരി കിട്ടും. ദെൻ ആ ഫിൽറ്ററിന്റെ ക്ലിപ്പ് ഊരുക. അതിനുശേഷം ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അതിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെക്ക് ചെയ്യുക. അതുപോലെ ബ്ലോവർ ചെക്ക് ചെയ്യുക, അതിന്റെ താഴെയുള്ള ബ്ലോവറും കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പൊ അതേ ഞാൻ കാണിക്കുന്ന ആ ഒരു മുകളിൽ ആ മൂവ് ചെയ്യുന്ന പാർട്ടിന്റെ അതിലൂടെയാണ് എയർ ഇൻടേക്ക് വരുന്നത്. ആ ഭാഗത്തുകൂടെയാണ് നമ്മുടെ തൊരപ്പൻ കയറിയിട്ടുള്ളത്. സാധാരണ കാറുകളിലെ റീസർക്കുലേഷൻ സ്വിച്ച് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം, കാരണം അതിന്റെ കേബിളൊക്കെ വീക്കായാലും ഇതുപോലെ അകത്തോട്ട് കയറാനുള്ള ഒരു മാർഗമുണ്ട്. ഇതിനെല്ലാം മുന്നോടിയായിട്ട് നമുക്ക് ആദ്യം ഇതുപോലെ വൈപ്പർ ആം കവർ നമുക്ക് റിമൂവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഈ കാണുന്ന പ്രസ് പ്ലഗുകൾ ഊരിയെടുക്കുക. അതിനുശേഷം അതെങ്ങനെ ഊരേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതേ ഇതുപോലെ ജസ്റ്റ് താഴോട്ട് പ്രസ് ചെയ്ത് മേലോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രസ് പ്ലഗ് ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. അത്ര ബുദ്ധിമുട്ടുള്ള പ്ലഗുകളൊന്നല്ല. അതെങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നുള്ളത് ഞാനിവിടെ വീണ്ടും കാണിച്ചു തരാം. പ്ലഗ് താഴോട്ട് വെച്ച് പ്രസ് ചെയ്യുമ്പോൾ അത് ടൈറ്റ് ആവാണ് ചെയ്യുന്നത്. അപ്പൊ സ്ക്രൂസിന്റെ ആവശ്യമില്ല ശരിക്കും. ഒരു കൊല്ലത്തില് ഒരുപാട് കേസുകൾ ഇതുപോലെ തൊരപ്പം കയറിയിട്ട് കാറുകൾക്ക് ഡാമേജ് വരുത്താറുണ്ട്. വയർ കിറ്റ് പോവും, അതുപോലെ AC കോപ്പർ ട്യൂബുകളൊക്കെ നശിപ്പിക്കും. അങ്ങനെ ഒരു 10-35,000 രൂപയുടെ ചെലവ് വരുന്ന ഒരു രീതിയിലോട്ട് വരെ നാശങ്ങൾ വരുത്തി വെക്കാവുന്ന ഒരു സംഭവമാണിത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്ന ഒരു മെഷ് ഫിറ്റ് ചെയ്യുക. മെഷ് ഫിറ്റ് ചെയ്തിട്ട് തൊരപ്പനെ ഓടിക്കുക എന്നുള്ള രീതിയാണ് ഞാൻ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പ്ലഗുകൾ റിമൂവ് ചെയ്യുക, അതുപോലെ വൈപ്പർ നമുക്ക് റിമൂവ് ചെയ്തതിനു ശേഷമാണ് വൈപ്പർ ആം കവർ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിവിടെ വൈപ്പർ റിമൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് മേലോട്ട് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈപ്പർ ആം കവർ നമുക്ക് ഊരി മാറ്റി വെക്കാവുന്നതാണ്. അതുപോലെ അതിന്റെ വാഷർ പൈപ്പ് കൂടി ഡിസ്കണക്ട് ചെയ്തിട്ട് വേണം വൈപ്പർ ആം കവർ മാറ്റാൻ. ഈ കാണുന്നതാണ് ആ എയർ ഇൻടേക്കിന്റെ ഹോള്. ഇതുവരെയായിട്ടും പല കമ്പനികളും ഇതിനൊരു സൊല്യൂഷൻ കണ്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നല്ലൊരു റീസർക്കുലേഷൻ സ്വിച്ച് അല്ലെങ്കിൽ അതിന്റെ സിസ്റ്റം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത സാധാരണ കാറുകളിലൊന്നും ഒരു പ്രോപ്പറായിട്ട് വർക്കിംഗ് ചില സമയങ്ങളിൽ കിട്ടാറില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ തൊരപ്പനൊക്കെ ഇതിന്റെ അകത്തോട്ട് കയറി വയർ കിറ്റും അതുപോലെ ട്യൂബുകളൊക്കെ നശിപ്പിക്കുന്നത്. പലപ്പോഴും ഈ ഏരിയയിലോട്ടും നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല, പക്ഷെ ശ്രദ്ധിച്ചേ പറ്റൂ. കാരണം നമുക്ക് അത്രയും പൈസ ചെലവ് വരുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ടൈപ്പ് മെഷാണ് മേടിച്ചിരിക്കുന്നത്. നമുക്ക് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ വേണ്ട തിക്നെസ്സിലുള്ള മെഷുകൾ കിട്ടും. അധികം തിക്നെസ് ഒന്നും വേണ്ട, എന്നാലോ എലി കടക്കാത്ത രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് മെഷ് നിങ്ങൾ നോക്കി മാർക്കറ്റിൽ നിന്ന് മേടിക്കുക. അതിനുശേഷം ഈ കാണുന്ന നട്ടും അതുപോലെ ഈ കാണുന്ന ബോൾട്ടും ഇപ്പുറമുള്ള ബോൾട്ടും നമ്മൾ ഊരിയിട്ട് അതിനുള്ളിലേക്ക് കയറ്റി വെക്കുക. അതുപോലെ മുകളിലെ സൈഡിൽ 2 ക്ലാമ്പുകൾ വരുന്നുണ്ട്. അങ്ങോട്ട് തന്നെ വലിച്ച് ഷീറ്റ് വെച്ച് മെഷ് വെച്ച് അവിടെ ടാഗ് ചെയ്ത് വെച്ചാൽ മതി. ബാക്കി സൈഡുകളിലൊക്കെ ഷാർപ്പൺ ചെയ്തിട്ട് വെക്കുക, ഇറഗുലർ ആയിട്ട് കട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൂടെ ഒന്നും ഉള്ളിലോട്ട് കയറത്തില്ല. ഈ കാണുന്നതാണ് റീസർക്കുലേഷൻ സ്വിച്ച്. ഇത് കേബിൾ ടൈപ്പ് ആണെങ്കിൽ അത് വളരെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം. കൂടുതലും ദീർഘദൂരം പോകുമ്പോഴാണ് നമ്മൾ റീസർക്കുലേഷൻ സ്വിച്ച് മാറ്റിയിടാറ്. അപ്പോൾ ആ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അവർക്ക് ഉപകാരമാവട്ടെ.